പുതിയ KPCC പ്രസിഡന്റിനെയും UDF കൺവീനറെയും പ്രഖ്യാപിച്ച വാർത്തയ്ക്ക് മാധ്യമങ്ങൾ കൊടുത്ത തലക്കിട്ടാണ് ഏറ്റവും രസകരം. കോൺഗ്രസിൽ തലമുറ മാറ്റം പോലും. തലമുറ മാറുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു പ്രായപരിധിയിലുള്ളവർ മാറി അവരെക്കാൾ കുറച്ചുകൂടി യുവത്വമുള്ള ആൾക്കാർ വരുന്ന പരിപാടിയാണ്. അവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയ സുധാകരന്റെ പ്രായം 76, പുതുതായി വരുന്ന സണ്ണി ജോസഫിന്റെ പ്രായം 72. അതായത് രണ്ടുപേരും തമ്മിലുള്ളത് വെറും 4 വയസ്സിന്റെ വ്യത്യാസം. രണ്ടുപേരും 70കളിൽ നിൽക്കുന്നവർ. ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ തലമുറ മാറ്റം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്. ഇനി UDF കൺവീനർ അടൂർ പ്രകാശിന്റെ കാര്യം നോക്കാം. അടൂർ പ്രകാശിന് പ്രായം 69, അപ്പോൾ ഏതാണ്ട് 70 കൂട്ടാം. അതും നമ്മുടെ മാധ്യമങ്ങൾക്ക് തലമുറ മാറ്റമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, പാർട്ടി കോൺഗ്രസ് ആണല്ലോ. 40 കഴിഞ്ഞവർ KSUവിലും 50 കഴിഞ്ഞവർ യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് 70 കഴിഞ്ഞവർ ചെറുപ്പക്കാരും പുതിയ തലമുറയിൽപ്പെട്ടവരുമാകുന്നതിൽ അത്ഭുതമില്ല. പക്ഷേ എന്തു പറ്റിയെന്നറിയില്ല, മനോരമ പത്രം ഇത് മനസ്സിലാക്കിയിട്ടാണോ എന്തോ ഇന്ന് അല്പം ഒരു യുക്തി പ്രയോഗിച്ചിട്ടുണ്ട്. തലമാറി കൂടിന് പുതുതലമുറ എന്നൊരു തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. പുതുതലമുറ എന്നത് ഷാഫി പറമ്പിലിനെയും വിഷ്ണുനാഥിനെയും ഉദ്ദേശിച്ചാണ്. അതിൽ തെറ്റു പറയാനാവില്ല. ഇനി സണ്ണി ജോസഫിലേക്ക് തന്നെ വരാം. മുൻപ് KPCC അധ്യക്ഷന്മാർ ആയിരുന്നവരെല്ലാം തന്നെ കോൺഗ്രസിലെ തലയെടുപ്പുള്ള ഒന്നാം നിര നേതാക്കളായിരുന്നു. രമേശ് ചെന്നിത്തലയും VM സുധീരനും K മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും സുധാകരൻ പോലും അതെ. പക്ഷെ അക്കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ സണ്ണി ജോസഫിനെ കണക്കാക്കാൻ കഴിയുക എന്നതാണ് പ്രധാന ചോദ്യം. കോൺഗ്രസിന്റെ മുൻനിര നേതാവോ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രമുഖ നേതാവോ അല്ല സണ്ണി ജോസഫ്. കണ്ണൂരിൽ മാത്രം ലേബലുള്ള ഒരാൾ. കണ്ണൂരിൽ DCC പ്രസിഡന്റായി ഇരുന്നിട്ടുണ്ട്. K സുധാകരന്റെ വിശ്വസ്തനാണ്. നിലവിൽ MLA ആണ്. മനോരമ അദ്ദേഹത്തെക്കുറിച്ച് വാർത്ത കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം തരക്കേടില്ലാതെ വോളിബോൾ കളിക്കുമെന്നാണ്. KPCC ഓഫീസിൽ പ്രസിഡന്റിനും വർക്കിംഗ് പ്രസിഡന്റിനും വോളിബോൾ കളിയാണ് പണിയെങ്കിൽ മനോരമ പറയുന്ന ഈ യോഗ്യത മതിയാകും ഇദ്ദേഹത്തിന്. പക്ഷെ മിക്കപ്പോഴും കബഡി കളി നടക്കുന്ന കോൺഗ്രസിൽ വോളിബോൾ താരത്തെ എടുത്തിട്ട് എന്ത് കാണിക്കാനാണെന്നാണ് മനസ്സിലാക്കാത്തത്. സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും എത്രമാത്രം ജനപ്രീതിയുള്ള നേതാവാണ് സണ്ണി ജോസഫ് എന്നത് ഏവർക്കും അറിയാവുന്നതാണ്. ഇദ്ദേഹത്തെയും ആന്റോ ആന്റണിയെയും ചേർത്തായിരുന്നു ഫോട്ടോയിൽ കണ്ടെങ്കിലും ആൾക്കാർ തിരിച്ചറിയണമെന്ന് K മുരളീധരൻ പണ്ട് പരിഹസിച്ചത്. അപൂർവമായി വല്ല ചാനൽ ചർച്ചകളിലും മാത്രമായിരിക്കും സണ്ണി ജോസഫിനെ 4 പേർ കണ്ടിട്ടുണ്ടാവുക. ഏതായാലും പിണറായിയെ വീഴ്ത്താൻ കൊണ്ടുവന്ന സുധാകരൻ സ്വന്തം പാർട്ടിയുടെ നടുമുറ്റത്ത് തന്നെ നടുവൊടിഞ്ഞു വീണ സ്ഥിതിക്ക് ഇനി സണ്ണി ജോസഫിൽ നിന്ന് എന്താണാവോ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തെ കോൺഗ്രസ് അണികൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും മിക്കവാറും പഞ്ചായത്ത് ഇലക്ഷൻ കഴിയാനാണ് സാധ്യത. സുധാകരൻ മാറിയതിന്റെ സന്തോഷം പക്ഷേ സതീശന്റെ വാക്കുകളിൽ ശരിക്കും നിറയുന്നുണ്ട്. സതീശന് കൂട്ടായാണ് സണ്ണി ജോസഫ് എത്തുന്നത്. കോൺഗ്രസിൽ ഇനി സണ്ണി ഡേയ്സ് ആണോ ഫണ്ണി ഡേയ്സ് ആണോ എന്ന് കാത്തിരുന്ന് കാണാം.